ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം മലയാളം എടുത്തിട്ടുള്ള ആളുകളുടെ മലയാളം മെയിനായിട്ട് എടുത്തിട്ടുള്ള ആളുകളുടെ ഒരു മെയിൻ പേപ്പറാണ് ഭാഷാശാസ്ത്ര പഠനം. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്വനവിജ്ഞാനം എന്നാണ്. ഭാഷയിലെ സ്വനവിജ്ഞാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിന് നമ്മളോട് ഇപ്പോൾ പരീക്ഷയാണല്ലോ, ചോദിക്കാൻ സാധ്യതയുള്ളതുകൾ വെച്ചിട്ട് നമുക്ക് തന്നെയാണ് കാര്യമായിട്ട് അതിൽ വരുന്നത് കേട്ടോ ആ ഒരു യൂണിറ്റിൽ. ഇപ്പോൾ ഉച്ചാരണ അവയവങ്ങൾ ഏവാനും അവയുടെ ധർമ്മങ്ങളും, ഉച്ചാരണാവയവങ്ങളും അവയുടെ ധർമ്മങ്ങളും ഇപ്പോൾ ചിലപ്പോൾ വിശദമാക്കുക, വിവരിക്കുക, ഏതെങ്കിലും രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഉച്ചാരണാവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചാരണാവയവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന ശരീരാവയവങ്ങളെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉച്ചാരണ അവയവങ്ങൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. നോക്കുക, ഒന്ന് നാസിക, അതായത് മൂക്കാണ് അല്ലേ. ചില ശബ്ദങ്ങൾ എങ്ങനെയാണ് നാസിക വഴി പുറത്ത് പോകുന്നുണ്ട്, അവരെയാണ് അത്തരത്തിലുള്ള വാക്കുകളെ ശബ്ദങ്ങളെയാണ് നമ്മളെന്ത് നാസിക ശബ്ദം എന്ന് വിളിക്കുക. ഇനി മറ്റൊന്ന് താലുവാണ്. താലു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ മേൽഭാഗത്തെയാണ് ശരിക്കും താലു എന്ന് പറയുക. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് താലുവിന്. ഹൃദയ താലു, പിന്നെ മുൻഭാഗമുണ്ട്. താലുവിൻ്റെ ഭാഗങ്ങളായിട്ട് കാണുന്നത് ഹൃദയ താലുവും പിന്നെ മൃദു താലുവാണ് കേട്ടോ. ഹൃദയ താലു, മൃദു താലു. അപ്പോൾ അതിൽ മുൻഭാഗത്തെയാണ് ഹൃദയ താലു എന്ന് പറയുക. അതിൽ നിർമ്മിക്കുന്ന ചില, അതായത് അത് ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന ശബ്ദങ്ങളുണ്ട്, ച, ജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതേപോലെ മൃദുതാലു പിൻഭാഗമാണ്, തൊണ്ടയുടെ മേൽഭാഗത്തിൻ്റെ പിൻഭാഗമാണ് എന്ത് മൃദുതാലു എന്ന് പറയുന്നത്. അവിടെ മൃദുതാലുവിൽ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിർമ്മിത ശബ്ദങ്ങളാണ് ക, ഘ, ഘ എന്നൊക്കെയുള്ള. അപ്പോൾ അത് പറയുമ്പോൾ അത് മനസ്സിലാവില്ല. എന്ന് നോട്ട് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ളൊരു സൗകര്യം ആയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, മൃദുതാലുവിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയായി? ചരണാവയവങ്ങളിൽ നാസിക, പിന്നെ നാസിക വഴി അല്ലെങ്കിൽ മൂക്ക് വഴി പുറത്തുവിടുന്ന ശബ്ദങ്ങളാണ് എന്താ പറയുക, നാസിക ശബ്ദം എന്ന് പറയുക. പിന്നെ താലു എന്ന് പറയുന്നത് തൊണ്ടയുടെ മേൽഭാഗം, അതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഉണ്ട്. ഹൃദയ താലു എന്ന് പറയുന്ന മുൻഭാഗം, പിന്നെ മൃദുതാലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻഭാഗം കേട്ടോ. പിന്നെ വരുന്നത് ദന്തമാണ്, പല്ലുകൾ, അതായത് ദന്തങ്ങളിൽ നാവ് സ്പർശിച്ചുള്ള ശബ്ദങ്ങളുണ്ട്. അത്തരത്തിലുള്ള ദന്ത്യാക്ഷരങ്ങൾ എന്നാണ് അവയെ പറയുക. അക്ഷരങ്ങൾ ത, ധ, ന എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഔഷ്ഠ്യമാണ്. രണ്ട് പാടുകൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ശബ്ദങ്ങളെയാണ് ഔഷ്ഠ്യ ശബ്ദങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഭ, ഭ, മ, അപ്പോൾ ചുട്ടുകൾ ഇങ്ങനെ കൂടി പോകുന്നത് അതിനാണ് കേട്ടോ. പിന്നെ മറ്റൊന്ന് നാവാണ്, നമ്മുടെ മറ്റൊരു ഉച്ചാരണാവയവം. നാവിൻ്റെ പല ഭാഗങ്ങളും വിവിധ ശബ്ദങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നാവ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, പല ഭാഗങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അഗ്രനാവ് എന്ന് പറയുമ്പോൾ ല, റ അറ്റങ്ങളെ വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നത്. പിന്നെ മധ്യഭാഗം, അതാണിത് താലുവിൻ്റെ മേൽഭാഗം സ്പർശിക്കുന്നത് യ എന്ന് പറയും കേട്ടോ. പിന്നെ പശ്ചാത്തഭാഗം എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ നിന്നുള്ള ശബ്ദങ്ങളാണ് ഖ, ഖ തുടങ്ങിയ. പിന്നെ ഖണ്ഡം തന്നെയാണ്, തൊണ്ട പറയില്ലേ നമ്മൾ, ഖണ്ഡം. ശബ്ദം തുടങ്ങുന്ന പ്രധാന ഭാഗമാണ് ഖണ്ഡം. ഖണ്ഡാക്ഷരങ്ങൾ എന്നാണ് അതിനെ അറിയുക. ഖ, ഘ, 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 ഹ ഇതൊക്കെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ശബ്ദം തുടങ്ങുന്ന പ്രധാന ഭാഗമാണ് ഇത് ഖണ്ഡം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ശബ്ദനാളമാണ്. ശബ്ദനാളം എന്ന് പറഞ്ഞാൽ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന മുഖ്യ ഭാഗമാണ് ഏത് ശബ്ദനാളം എന്ന് പറയുന്നത്. ശബ്ദനാളത്തിൻ്റെ കമ്പന പ്രവർത്തനത്തിലാണ് ശബ്ദത്തിൻ്റെ തീവ്രതയും വ്യത്യാസമൊക്കെ. തീവ്രതയിൽ വ്യത്യാസം സംഭവിക്കുന്നതൊക്കെ ഈ ശബ്ദനാളത്തിൻ്റെ കമ്പന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കമ്പനം കൊണ്ട്, അതായത് എന്താ പറയുക, അതിൽ മുട്ടുന്നത് കൊണ്ട്, കമ്പനം ചെയ്യാൻ എന്താണ് അതിനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിടിച്ചിട്ട് തിരിച്ചു വരില്ലേ, അത് നമ്മൾ റബ്ബർ പന്തൊക്കെ ചുമരും അങ്ങനെ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു അതിനാണ് പ്രവർത്തനം എന്ന് പറയുക. കമ്പന പ്രവർത്തനം കൊണ്ടാണ് ശബ്ദത്തിൽ പിന്നെ തീവ്രതയിൽ വ്യത്യാസം സംഭവിക്കുന്നതെന്നാണ് കേട്ടോ. ഇനി ഇതൊക്കെയാണ് ഉച്ചാരണ അവയവങ്ങൾ. ഇനി ഉച്ചാരണ അവയവങ്ങളുടെ ധർമ്മങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നാസിക എന്ന് പറയുമ്പോൾ നാസിക ശബ്ദങ്ങൾ നിർമ്മിക്കുക. താലു എന്ന് പറയുമ്പോൾ താലുവിൽ സ്പർശിച്ച് വിവിധ ശബ്ദങ്ങൾ നിർമ്മിക്കുക. അതാണ് അതിൻ്റെ ധർമ്മങ്ങൾ. പിന്നെ ദന്തം എന്ന ഉച്ചാരണ അവയവത്തിൻ്റെ ധർമ്മം ദന്ത്യാക്ഷരങ്ങളുടെ ഉച്ചാരണം.
പിന്നെ നാവിൻ്റെ പ്രധാന ധർമ്മം ശബ്ദങ്ങൾക്കനുസൃതമായി വിവിധ ഭാഗങ്ങളിൽ ചലനം ഉണ്ടാക്കുക. പിന്നെ ഔഷ്ഠ്യം എന്ന് പറഞ്ഞാൽ ഔഷ്ഠ്യ ശബ്ദങ്ങൾ നിർമ്മിക്കുക. ഖണ്ഡത്തിനോ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഭാഗം നമ്മൾ അവിടെ തന്നെ പറഞ്ഞു അല്ലേ. പിന്നെ ശബ്ദനാളത്തിൻ്റെ ധർമ്മം ശബ്ദത്തിൻ്റെ ഒച്ചയും തീവ്രതയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശബ്ദനാളത്തിൻ്റെ പ്രധാന ധർമ്മം. ഇത്രയാണ് ശബ്ദാവയവങ്ങളും അവയവങ്ങളുടെ ധർമ്മങ്ങളും കേട്ടോ. ഇനി നമുക്ക് സ്വരവ്യഞ്ജന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ചോദിക്കുക. സ്വരവ്യഞ്ജന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം. സ്വരവ്യഞ്ജന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്നത് ഭാഷാശാസ്ത്രത്തിലെ ശബ്ദങ്ങളെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായിട്ട് വിഭജിക്കുന്നതിൻ്റെ തത്വപരമായ അടിസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മലയാളം പോലുള്ള ഭാഷകളിൽ വർഗീകരണ ശബ്ദം ഉപയോഗിക്കുന്ന ഉച്ചാരണ അവയവങ്ങൾ, ശബ്ദത്തിൻ്റെ സ്വഭാവം, ശബ്ദത്തിൻ്റെ സങ്കീർണത തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ നമ്മൾ വർഗീകരിച്ചിട്ടുള്ളത്. ഇനി വർഗീകരണത്തിന് അടിസ്ഥാനമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ഉച്ചാരണാവയവങ്ങളുടെ ഉപയോഗമാണ്. സ്വരവ്യഞ്ജന ഉച്ചാരണങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനമാകുന്ന ഒരു കാരണം എന്താണ്? ഉച്ചാരണാവയവങ്ങളുടെ ഉപയോഗമാണ്. എന്ന് വെച്ച് പറയുമ്പോൾ വ്യഞ്ജനങ്ങൾ അവ ഉപയോഗിക്കുമ്പോൾ ഏത് അവയവങ്ങൾ ഉൾപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്ത വർഗ്ഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതേപോലെ ഉച്ചാരണ രീതികളൊരു അടിസ്ഥാനമാണ്. ശബ്ദം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം ഉച്ചരിക്കുമ്പോൾ വായു എങ്ങനെ പുറത്തു പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വരവ്യഞ്ജനങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ശബ്ദനാളത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. എന്താണ്? ഘോഷശബ്ദം, അഘോഷശബ്ദം എന്ന് പറഞ്ഞിട്ട്, ഘോഷശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദനാളം കമ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഘ, ധ, ഭ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ. അതേപോലെ അഘോഷ ശബ്ദങ്ങളാണെങ്കിലോ അത് ശബ്ദനാളം കമ്പിക്കാതെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന, അതായത് ക, ത, പ എന്ന് പറഞ്ഞിങ്ങനെ, അതായത് വലിയ ഒരു കട്ടി കൂട്ടാതെ നമുക്ക് പറയാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് അവിടെ. പിന്നെ നാലാമത്തെ വർഗീകരണം സ്വരവർഗീകരണമാണ്. സ്വരവർഗീകരണം ഹ്രസ്വസ്വരം, ദീർഘസ്വരം, ദ്വിത്വസ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീകരിച്ചിട്ട്, അതിൽ ഹ്രസ്വസ്വരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉച്ചരിക്കുന്ന സ്വരങ്ങൾ, അ, ഉ, ഇ എന്നൊക്കെ നമ്മൾ ഒരു ഒറ്റ പോയിൻ്റായിട്ട് പറയാം. അതിനെയാണ് എന്ത് പറയുക? ഹ്രസ്വസ്വരം എന്ന് പറയുന്നത്. ഇനി ദീർഘസ്വരം എന്നാണെങ്കിലോ ദീർഘമായിട്ട് ഉച്ചരിക്കുന്ന സ്വരങ്ങളാണ് ദീർഘസ്വരങ്ങൾ എന്ന് പറയും. ഉദാഹരണത്തിന് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ദീർഘരൂപങ്ങൾ ആ, ഈ, ഉ നീട്ടി പറയുമ്പോൾ അതെന്താണ്? ദീർഘസ്വരങ്ങൾ കേട്ടോ. ഇനി ദ്വിത്വസ്വരം പറഞ്ഞു. എന്താ ദ്വിത്വസ്വരം? രണ്ട് സ്വരങ്ങളുടെ സംയോജനമാണ് എന്ത്? ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ, ദ്വിത്വസ്വരം എന്ന് പറയുക. അപ്പം അതിനുദാഹരണമാണ് ഐ, ഔ എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഉച്ചാരണാവയവങ്ങൾ ഏതൊക്കെയാണ്, ആ ഉച്ചാരണാവയവങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനം കേട്ടോ. അത് പല രീതിയിലാവാം, സംഭവങ്ങൾ ഇതാണ് അതിൽ വിവരിക്കാനുണ്ടാവാം. പിന്നെ അതിൽ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് സ്വരവ്യഞ്ജന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം. ഇത് രണ്ടുമാണ് ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരൊറ്റ യൂണിറ്റിലുള്ളത്. അപ്പോൾ സ്വരവ്യഞ്ജന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം സ്വരവ്യഞ്ജന വർഗീകരണം എന്ന് പറയണം അല്ലേ. എന്താണ്? ഭാഷാശാസ്ത്രത്തിലെ ശബ്ദങ്ങളെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായിട്ട് വിഭജിക്കുന്ന തത്വപരമായ അടിസ്ഥാനങ്ങളാണ് എന്ത്? സ്വരവ്യഞ്ജന വർഗീകരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ 4 പറഞ്ഞു. ഒന്ന് ഉച്ചാരണാവയവങ്ങളുടെ ഉപയോഗം, രണ്ടാമത്തെ ഉച്ചാരണ രീതികൾ, മൂന്നാമത്തത് ശബ്ദനാളത്തിൻ്റെ പ്രവർത്തനം, നാലാമത്തത് സ്വരവർഗീകരണം കേട്ടോ. ഒരു സ്വരവർഗീകരണത്തെ 3 ആക്കിയിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. ഹ്രസ്വസ്വരം, ദീർഘസ്വരം, ദ്വിത്വസ്വരം കേട്ടോ. ഇത്രയാണ് ഒരു യൂണിറ്റിൽ വരാൻ സാധ്യത. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.